ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ എങ്ങനെ ഒരു ഗാർലിക് സോസ് വൈറ്റ് സോസ് ഉണ്ടാക്കാന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ മുൻപ് ഒരു കബാലിയത്ത് റൈസ് ഒക്കെ ചെയ്ത സമയത്ത് കുറേ ആളുകൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഒരു വൈറ്റ് സോസ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കോമൺ റെസിപ്പി തന്നെയാണ്, എന്നാലും നമ്മളത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഗാർലിക് സോസ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ളം മാത്രമാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അപ്പോൾ മുട്ട എടുക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് തണുപ്പോട് കൂടെ എടുക്കാതെ കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ മുട്ടയുടെ വെള്ളം മാത്രം ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഈ 3 അല്ലി എനിക്കൊരു പാകം കറക്റ്റ് ഫ്ലേവർ ആയിട്ടാണ് തോന്നുന്നത് വെളുത്തുള്ളിയുടെ. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു 1 കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അത് ആദ്യം ഒഴിച്ചിട്ടുള്ളത് 1/2 ടേബിൾ സ്പൂൺ, പിന്നെ 1/2 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാരങ്ങയുടെ പുളിക്ക് അനുസരിച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒന്നങ്ങ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത്, അതായത് ഒരു 2 നുള്ളു ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഉപ്പ് പിന്നെ പെട്ടെന്ന് ഇതിൽ കൂടും, അപ്പോൾ അതുകൊണ്ട് നോക്കി തന്നെ ഇട്ട് കൊടുത്താൽ മതി. ആദ്യം ഇട്ടിട്ട് നമുക്ക് ഒന്ന് കറക്കിയതിന് ശേഷം കുറവാണെങ്കിൽ മാത്രം ഒരു നുള്ളൂടെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 നുള്ളു പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാൻ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഈ ഒരു സോസിൽ മെയിൻ ചേരുവ എന്ന് പറയുന്നത് ഓയിലാണ് കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കുക, വെളിച്ചെണ്ണ എന്തായാലും പറ്റില്ല. സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നന്നായി തോന്നുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മൊത്തത്തിൽ ഒഴിക്കേണ്ട, ഒരു 2-3 തവണയായിട്ട് ഒഴിക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ 2-3 തവണ ഒന്ന് നിർത്തി ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. കാരണം വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് നരഞ്ഞോട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ മൊത്തത്തിൽ അടിച്ചെടുക്കുക. അതാ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക 2-3 പ്രാവശ്യം. ഇനി ഇത് കണ്ടിന്യൂസ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പം മിക്സിയിൽ 1 വരുന്ന സ്പീഡ് ഉണ്ടല്ലോ അതിൽ മതി കേട്ടോ, 2-3 വേണ്ടി വരില്ല. ആ 1 എന്നുള്ള സ്പീഡിൽ ഒരു 30-35 സെക്കൻഡ് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ടേസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ കുറച്ച് പുളി കുറവുണ്ട്. അപ്പോൾ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കൂടെ ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ഒരു 1.5 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ ബാക്കി വെച്ച ഓയിലിൽ നിന്ന് കുറച്ച് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്, കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പം ഈ സമയത്ത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി അടച്ചു വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ 1 സ്പീഡിൽ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒരു 30-35 സെക്കൻഡ് കൂടെ അടിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഇതുപോലെയാണ് ഉണ്ടായിട്ടുണ്ടാവുക, ഈ ഒരു കട്ടിയിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു കട്ടി മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിർത്താം കേട്ടോ. ഇപ്പോൾ ഇതിലേക്കൊരു 1/4 കപ്പ് ഓയിൽ, മൊത്തം 1/2 കപ്പ് എടുത്തിരുന്ന ഒരു 1/4 കപ്പ് ഓയിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഓയിലിൻ്റെ അളവ് കുറച്ച് മതി എന്നുള്ളവർക്ക് നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു കട്ടിയിൽ മതിയെങ്കിൽ ഇത് മതി. പക്ഷെ ഞാൻ ആ 1/4 കപ്പ് ഓയിലൂടെ ബാക്കി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ കട്ടിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മളെ വൈറ്റ് സോസ് നല്ല പാകത്തിന് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ കറക്റ്റ് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ആ ഒരു രീതിയിൽ തന്നെയായി വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പ് പുളി എല്ലാം പാകത്തിന് തന്നെയാണുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഗാർലിക് സോസ് എന്ന് പറയുന്നത്. ഗാർലിക് സോസ് പല രീതിയിൽ ചെയ്യലുണ്ട് കേട്ടോ, മുട്ട ഇല്ലാതെയൊക്കെ ചെയ്യലുണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കാം എന്തായാലും. അപ്പം ഈ ഒരു വൈറ്റ് സോസ് അല്ലെങ്കിൽ ഗാർലിക് സോസ് എന്ന് പറയുമ്പോൾ ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കൻ്റെ കൂടെ അല്ലെങ്കിൽ മന്തി, കബ്സ, കബാലിയത് അതിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പം എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്